ശരി, ശ്രീ സിബി സത്യൻ, ഇങ്ങനെ ഈ രീതിയിലാണോ താങ്കളും കാണുന്നത്? ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചത് ശരിയായില്ല, ഇപ്പോൾ ചെയ്യേണ്ടാത്ത ഒരു കാര്യമായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും വിമർശനമുണ്ട്. അത് മറ്റൊരു ആംഗിളിലാണല്ലോ തുഷാർ വെള്ളാപ്പള്ളിയെ വീട്ടിൽ പോയി സന്ദർശിച്ചത്. മഞ്ജുഷ, ഇതിനകത്ത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയപരമായ വളരെ സ്ട്രിക്ട്ലി ആയിട്ടുള്ള രാഷ്ട്രീയപരമായ നിലപാടിൽ പോയി നോക്കി കാണുകയാണെങ്കിൽ ശ്രീ വി ഡി സതീശൻ കാത്തോലിക്ക ബാവയെ പോയി കണ്ടതും, ശ്രീ രമേശ് ചെന്നിത്തല തുഷാർ വെള്ളാപ്പള്ളിയെ പോയി കണ്ടതും, ശ്രീ ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ പോയി കണ്ടതും ഒഴിവാക്കേണ്ട സംഗതികളായിരുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ കൃത്യമായ അഭിപ്രായം. കാരണം ജനങ്ങളാണ്, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളാണ് വോട്ട് ചെയ്തത്. ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് UDF വിജയിച്ചത്. അങ്ങനെ ഭരണവിരുദ്ധ വികാരം കൊണ്ട് UDF വിജയിച്ച വിജയത്തെ വളരെ ചെറുതാക്കി ഓരോ സംഘടനകളുടെയും സമുദായ നേതാക്കന്മാരുടെയും ഈ പറഞ്ഞ സഹായം കൊണ്ടാണ് വിജയിച്ചത് എന്ന തരത്തിലേക്ക് ഇതിനെ ചുരുക്കുക എന്നത് ജനാധിപത്യത്തിൽ അഭിലഷണീയമായ ഒരു സംഗതിയല്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ശ്രീ വി ഡി സതീശൻ കത്തോലിക്ക ബാവയെ സന്ദർശിച്ചത് വലിയ പ്രശ്നമാകാത്തതിന് പിന്നിലുള്ള ഒരു കാരണം, ആ സമുദായമോ അല്ലെങ്കിൽ ആ നേതാവോ ഈ UDFനെതിരെ പരസ്യമായ ഒരു നിലപാടെടുത്തില്ല എന്നതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ്. അതേസമയം വെള്ളാപ്പള്ളി നടേശനിലേക്ക് എത്തുമ്പോൾ ആ സ്ഥിതി കുറച്ചുകൂടെ മാറുന്നുണ്ട്. കാരണം രാഷ്ട്രീയപരമായിട്ട്, ഞാൻ സാമുദായികപരമായിട്ടല്ല പറയുന്നത്, രാഷ്ട്രീയപരമായിട്ട് മുസ്ലിം ലീഗിനെ വിമർശിച്ചതോ മലപ്പുറം ജില്ലയെ വിമർശിച്ചതോ അല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ട് LDFന് അനുകൂല നിലപാടെടുക്കുകയും പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് പരസ്യ ആഹ്വാനം ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തൊരു നേതാവാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ദിവസം മന്ത്രിയായി സ്ഥാനമേറ്റതിന് ശേഷം ശ്രീമതി ബിന്ദു കൃഷ്ണ പോയി കണ്ടു, അല്ലെങ്കിൽ ഈ പറഞ്ഞ താണു വണങ്ങി തിരിച്ചു വരുന്നത് ഒരു കാരണവശാലും കോൺഗ്രസിലെ അണികൾക്ക് ഒരു നല്ല സന്ദേശമല്ല കൊടുക്കുന്നത്. ഞാൻ ലീഗിനെ പറ്റിയല്ല സംസാരിക്കുന്നത്, ഞാൻ സമുദായ ഭാഗത്തെ പറ്റിയല്ല സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് സമുദായ നേതാവ് എന്ന രീതിയിൽ തെറ്റില്ല, പക്ഷേ UDFനെയും ലീഗിനെയും ഇത്ര ശക്തമായിട്ട് ആക്രമിച്ച ഒരാളെ പോയി കണ്ടത് അണികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. ആ ആംഗിളിൽ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതെ, ഞാൻ പറയുന്ന മഞ്ജുഷ, ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെള്ളാപ്പള്ളി നടേശന് സമുദായ നേതാവ് എന്നല്ല, ഒരിക്കലും നമ്മളൊരു റിവഞ്ച് പൊളിറ്റിക്സിനെ പറ്റിയല്ല ഇവിടെ സംസാരിക്കുന്നത്. ഒരു സർക്കാർ അധികാരത്തിൽ ഏറുമ്പോൾ അതിനു മുമ്പ് തനിക്കെതിരെ പ്രവർത്തിച്ച ആൾക്കാരെ എല്ലാം ഓടിച്ചെന്ന് അവരോട് പ്രതികാരം ചെയ്യുക എന്ന് പറയുന്ന ഒന്നും ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമല്ല, അതൊന്നും ജനാധിപത്യ മര്യാദയുടെ ഭാഗമല്ല. നമ്മളെല്ലാവരും ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ വെള്ളാപ്പള്ളി ഇത്രയും അടിയന്തരമായി പോയി കണ്ട്, അതായത് ഒരുപക്ഷെ UDF അണികൾ ഇത്രയും ആവേശത്തിൽ നിൽക്കുമ്പോൾ, വെള്ളാപ്പള്ളി നടേശൻ മുൻകാലങ്ങളിൽ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ പല നേതാക്കന്മാരുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പണ്ട് VM സുധീരനെ തോൽപ്പിക്കാൻ നടന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പണ്ട് ശ്രീ KC വേണുഗോപാലിനെ തോൽപ്പിക്കാൻ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രമുഖ നേതാക്കന്മാരെ തോൽപ്പിക്കാൻ നടക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ഒരാളാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ, അതും എന്താ പറയുക, നടേശന്റെ ശക്തി കേന്ദ്രമായ ആലപ്പുഴയിലാണ് ഈ ആൾക്കാരെയൊക്കെ തോൽപ്പിക്കുമെന്ന് അദ്ദേഹം മുൻകാലങ്ങളിൽ പ്രഖ്യാപിച്ചത്. അവിടെ ഇവരെ ആരെയും തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പൊ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ആവശ്യത്തിലധികമുള്ള രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന് ഇതിനൊക്കെ കഴിവുണ്ട് എന്ന് കാണിക്കുകയും ചെയ്യേണ്ട ആവശ്യവും ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തു പറഞ്ഞാലും ഇവിടുത്തെ ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത്, നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയെ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്ത, നിങ്ങളുടെ ഭരണം ഒരു കാരണവശാലും നിങ്ങളെ ഭരണത്തിൽ ഏറ്റരുത് എന്ന് ആഹ്വാനം ചെയ്ത ഒരു സമുദായ നേതാവിനെ തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തൊട്ടടുത്ത് പോയി കാണുന്നത് അനഭിലഷണീയമായ ഒരു പ്രവണതയാണ്. അതുപോലെ തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ കാര്യവും. അദ്ദേഹം പോയി കണ്ടത് തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ നേതാവാണ്. അവർ തമ്മിൽ ചിലപ്പം പേഴ്സണൽ സൗഹൃദം ഉണ്ടായിരിക്കാം. ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോകരുത് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ എന്നാലും അത് മറ്റൊരവസരത്തിലാകാമായിരുന്നു. കാരണം ഈ പറഞ്ഞ ആൾക്കാരൊക്കെ സ്ഥാനമേറ്റിട്ട്, കാരണം തുഷാർ വെള്ളാപ്പള്ളി നടേശന്റെ മകനാണ്, SNDPയിൽ നല്ല ശക്തി സ്വാധീനമുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നടത്തുന്ന കൂടിക്കാഴ്ച സൗഹൃദത്തിന്റെ പേരിൽ ചിലപ്പോൾ വായിക്കപ്പെടണമെന്നില്ല. ശ്രീ രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് അക്കാര്യം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ട, അണികൾ ആവേശത്തിൽ നിൽക്കുന്നുണ്ട്. അണികൾ ഒരു വലിയ ചരിത്ര വിജയത്തിന്റെ ആവേശത്തിലാണ്. ആ ആവേശം കെടുത്തുന്ന തരത്തിലുള്ള നടപടികൾ നേതാക്കന്മാരുടെ ഭാഗത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ പാർട്ടിക്കോ പ്രസ്ഥാനത്തിനോ അഭിലഷണീയമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് തികച്ചും അനഭിലഷണീയമായ പ്രവണതയായിരുന്നു, ഒഴിവാക്കാമായിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായ ഒരു നയപരിപാടികൾ നേതാക്കന്മാർ ഉണ്ടാക്കണം. ഇപ്പൊ അടുത്ത 5 വർഷത്തിലേക്ക് ഇനി തെരഞ്ഞെടുപ്പൊന്നുമില്ല. ഇപ്പോഴേ പോയിട്ട് ഇവരെ പ്രീണിപ്പിക്കണം. ഇനി പ്രീണിപ്പിക്കാനാണ് പോകുന്നതെങ്കിൽ ഇപ്പോഴേ പോയി ഇവരെ ഒന്നും പ്രീണിപ്പിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ മാറി നിന്ന് സർക്കാർ ചെയ്തു തീർക്കേണ്ട കുറെ കാര്യമുണ്ട്. 10 വർഷം ദുർഭരണത്തിന് ശേഷം അധികാരത്തിൽ വന്നൊരു സർക്കാരാണ്.
ഒരുപാട് നയങ്ങൾ തിരുത്താനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഇത്തരമുള്ള PR എക്സസൈസുകൾ അവസാനിപ്പിക്കുകയും ഇത്തരം സമുദായ നേതാക്കന്മാരെ കാണുകയും അവരുമായിട്ട് കാര്യങ്ങൾ സമരസപ്പെടുകയും ചെയ്യുന്നതിന് പകരം ഭരണത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, അണികളുടെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് തന്നെയാണ് എന്റെ കൃത്യമായ പോയിന്റ്. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഈ വെള്ളാപ്പള്ളിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നു, അത് UDF പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതാണല്ലോ ബിന്ദുകൃഷ്ണൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതാണല്ലോ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ മഞ്ജുഷേ, അംഗീകരിക്കാൻ പറ്റില്ലല്ലോ മഞ്ജുഷേ. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ കഴിഞ്ഞ 10 വർഷവും CPM-നൊപ്പം ഉറച്ചു നിൽക്കുകയും CPM-ലും BJP-ലും രണ്ട് സ്ഥലങ്ങളിലായിട്ട് വെച്ച് എങ്ങനെയൊക്കെ കോൺഗ്രസിനെ അടിച്ചു തീർക്കാമോ അങ്ങനെയൊക്കെ അടിച്ചു തീർക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യനാണ് ശ്രീ വെള്ളാപ്പള്ളി. അദ്ദേഹത്തിന് വീട്ടിൽ പോയി ഒരു മന്ത്രി സ്ഥാനമേറ്റ, ഓക്കെ ശരിയാണ്, ഈ പറഞ്ഞ പോലെ ബിന്ദു കൃഷ്ണയുടെ മന്ത്രിസഭാ ആരോപണത്തിന് പിന്നിൽ സമുദായത്തിന്റെ പ്രാതിനിധ്യത്തിന്റെ ഒരു ഘടകമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതുകൊണ്ട് സമുദായാചാര്യനെ ആ തരത്തിൽ പോയി കാണുന്നതിന് തെറ്റുമില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ സാന്ദർഭികമായി വാദിക്കാം, ശ്രീ മോഹൻ വർഗീസ് സാറ് പറഞ്ഞതുപോലെ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഇപ്പോഴും വേണ്ടായിരുന്നു, അതിന് ഈ സമയമുണ്ടല്ലോ. ഈ സമുദായത്തിന്റെ പ്രതിനിധിയായിട്ടാണ് വന്നത്, അതിനകത്ത് ആ സമുദായത്തിന്റെ പിന്തുണ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞതുപോലെ അത് ഇത്ര പെട്ടെന്ന് വേണമെന്നില്ല. കാരണം ഈ പറഞ്ഞ സന്ദർഭത്തിൽ ജനങ്ങളുടെ അല്ലെങ്കിൽ അണികളുടെ ആവേശം പരിഗണിക്കണ്ടായി. കാരണം ഈ അണികളാണല്ലോ ഇവരെല്ലാം അധികാരത്തിൽ കൊണ്ടുവന്നത്. ശരി, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഇത് അണികളുടെ ആവേശം കെടുത്തുന്നതായി പോയി, ആ ഒരു രീതിയിലാണ് എതിർപ്പ് വരുന്നത്, അതല്ലാതെ മറ്റ് കാര്യങ്ങൾ അതിനകത്തില്ല. ശ്രീ RV ബാബു, എന്നോടാണോ? അതെ അതെ, ഞാൻ കേട്ടില്ല. ഇതിനകത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അണികളുടെ ഒരു നിരാശയിലേക്ക് കാരണമായി എന്നുള്ളതൊക്കെ ഏത് ഭാഗത്താണ്, ഞാനതുകൊണ്ടാണ് പറഞ്ഞത്. അണികൾ എന്ന് പറഞ്ഞിട്ട് ഈ ബഹളം വയ്ക്കുന്ന ആൾക്കാരായ ഇപ്പൊ രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവാണ്. അപ്പൊ നമുക്ക് വെള്ളാപ്പള്ളി നടേശൻ UDF-നെതിരെ LDF ജയിക്കണം, പിണറായി വിജയന്റെ ഭരണം തുടരണമെന്ന് പരസ്യമായി പറഞ്ഞിട്ടൊരാളാണ്. അതിൽ ഞാനത് അംഗീകരിക്കുന്നു, അങ്ങനെ പറഞ്ഞിട്ടൊരാളാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റി നോക്കണമല്ലോ. ഈ ഗ്രൗണ്ടിൽ എങ്ങനെ പെരുമാറി. അപ്പോൾ ഈ ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശൻ ബിന്ദു കൃഷ്ണയ്ക്ക് അനുകൂലമായി അവിടെ SNDP യോഗം പ്രവർത്തിച്ചിട്ടുണ്ടോ? അതേപോലെ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി അവിടെ SNDP യോഗം പ്രവർത്തിച്ചിട്ടുണ്ടോ? അതൊക്കെ ആയിരിക്കാം അവരെയൊക്കെ വെള്ളാപ്പള്ളി നടേശനെ കാണാനും പോയി മറ്റേ അത് അവരുടെ നന്ദി പറയാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഘടകം. പരസ്യമായിട്ട് പറയുന്നത് ഒരു കാര്യമായിരിക്കാം, അത് UDF-ന് എതിരായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ വ്യക്തിപരമായിട്ട് പല മണ്ഡലങ്ങളിലും വ്യക്തിപരമായി സ്ഥാനാർത്ഥിയെ നോക്കി നിലപാടെടുക്കുന്ന സാഹചര്യമാണ് പല സമുദായ സംഘടനകളും. ഇപ്പോൾ നോക്കൂ, G. സുകുമാരൻ നായർ, അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് വിജയം റിസൾട്ട് വന്നതിന് ശേഷം UDF-ന്റെ മന്ത്രിസഭ ഉണ്ടാക്കുന്നതിലും മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിലും ഒക്കെ വലിയ തോതിലുള്ള ഒരു ലാഗിങ് വന്ന സമയത്ത് ശക്തമായ വിമർശനമായിട്ട് രംഗത്ത് വന്നു. ആ സമയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശമുണ്ട്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞില്ലേ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ G. സുകുമാരൻ നായരെ വിമർശിച്ച് രംഗത്ത് വരികയാണോ ചെയ്തേ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിട്ടുള്ള, ഞാൻ മനസ്സിലാക്കുന്നത് മോൻസി ജോസഫ് G. സുകുമാരൻ നായരെ പോയി കണ്ടു എന്നാണ്. മന്ത്രി ആയതിനു ശേഷം മോൻസി ജോസഫ് G. സുകുമാരൻ നായരെ പോയി സന്ദർശിച്ചു എന്നാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണുന്നത്. സബ്ജക്ട് ടു കറക്ഷൻ. ശരിയാണോന്ന് അത് മഞ്ജുഷ് പറയണം. കാരണം ഞാൻ ഫോട്ടോയാണ് കണ്ടത്, അതിനെന്താ വിമർശിക്കാത്തത്? അദ്ദേഹം UDF-നെതിരായി പരസ്യമായി നിലപാടെടുത്ത ആളാണ്, പ്രചരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് G. സുകുമാരൻ നായർ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.